നിങ്ങൾ അനുഭവിക്കുന്നതിന് കഴിഞ്ഞ് കൂടുതൽ ഞാനും ചേട്ടൻ അനുഭവിച്ചിട്ടുണ്ടാവാം. ഞാനും ചേട്ടൻ അടി ഉണ്ടാക്കിയിട്ടുണ്ട്, ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളിലൂടെ പോയിട്ടുണ്ട്. പക്ഷെ ഉപദേശകരെ ഒരു പരിധിയിൽ കൂടുതൽ നമ്പാതിരിക്കുക. ഇന്നലെ ഒട്ടുമിക്ക മെയിൻ സ്ട്രീം ന്യൂസ് ചാനലുകളിലും വന്ന ഒരു വാർത്തയുണ്ട്. ഈ കുടുംബ കൗൺസിലിംഗ് ഒക്കെ നടത്തുന്ന ഒരു ദമ്പതിമാർ, അവരുടെ ഇടയിലെ തമ്മിത്തല്ല്, ആ തമ്മിത്തല്ലിനിടയിൽ ഭർത്താവ് ഭാര്യയുടെ തലക്കിട്ട് സെറ്റോ ബോക്സ് ഇല്ലേ അതെടുത്ത് വെച്ച് താങ്ങിക്കൊടുത്തു. കൂടാതെ ആ ഭാര്യയുടെ കൈയൊക്കെ കടിച്ചങ്ങ് മുറിച്ചു. എനിക്ക് തോന്നുന്നു ഏതെങ്കിലും പേപ്പട്ടിയുടെ ബാധ കയറിയതായിരിക്കാം അവന്. എന്താണെങ്കിലും ഇങ്ങനെ ഒരു വാർത്ത ഇന്നലെ ഒരുപാട് മെയിൻ സ്ട്രീം ചാനലുകളിൽ കിടന്ന് കറങ്ങുന്നത് ഞാൻ കണ്ടു. പ്രത്യേകിച്ച് ആരും എടുത്തങ്ങനെ റിയാക്ട് ഒന്നും ചെയ്ത് ഞാൻ കണ്ടില്ല. ഇന്ന് രാവിലെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഷാജൻസ്കറിയ പുള്ളിയുടെ ചാനലിൽ ഇതിനെപ്പറ്റി ഒന്ന് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലെ തൊട്ട് ഇതിനെപ്പറ്റി ഒന്ന് സംസാരിക്കണമെന്ന് വിചാരിക്കുകയായിരുന്നു. പക്ഷെ നമ്മുടെ ബിഗ് ബോസ് പരിപാടിയൊക്കെ ഉള്ളത് കൊണ്ട് അതിൻ്റെ കണ്ടന്റ് ഉള്ളത് കൊണ്ടും അങ്ങനെ പോയി. പക്ഷെ ഇപ്പോഴെങ്കിലും ഇതിനെപ്പറ്റി ഒന്ന് സംസാരിക്കണം. കാരണം വേറൊന്നുമല്ല, ഒരുപാട് ആളുകൾ ഈ ഒരു ലേഡി, ഈ ഒരു ഭാര്യ ഭർത്താവ്, ഇതിനകത്ത് ആ ഭാര്യയുടെ അവർക്ക് ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ട്. ആ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൊക്കെ പോയിട്ട് ഒരുപാട് പേര് മോശമായിട്ട് കമന്റുകൾ ഇടുന്നതും അവരെ കളിയാക്കുന്നതും ഒക്കെ കണ്ടു. ലൈക്ക് ഈ ഒരു വാർത്ത കേട്ടപ്പോൾ ഫസ്റ്റ് എനിക്കും ഒരു ചിരി വന്നു. ഞാനും ഒരു സാധാരണക്കാരനായിട്ടുള്ള മലയാളിയാണ്, എനിക്ക് ചിരി വരും ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുമ്പോൾ. ഞാനും ചിരിച്ചു. പക്ഷെ അതിനുശേഷം ഞാൻ അവരുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടൊക്കെ പോയി ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് വിശദമായിട്ട് നോക്കിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ആ സ്ത്രീ ഓൾറെഡി നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതായത് അവരുടെ കുടുംബത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്, അവർ പലരെയും ഉപദേശിക്കാറുണ്ട്, കൗൺസിലിംഗ് കൊടുക്കാറുണ്ട്. പക്ഷെ ആ കൗൺസിലിംഗ് വീഡിയോകൾ, കുറെ കൗൺസിലിംഗ് വീഡിയോസ് ഒക്കെ കണ്ടു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ അവർ പറഞ്ഞു വെച്ചിട്ടുണ്ട്, എൻ്റെ കുടുംബത്തിലും പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കേണ്ടത്, നമ്മൾ ആരും അത്ര നല്ല മനുഷ്യന്മാരൊന്നുമല്ല. മനുഷ്യന്മാരാണ് നമ്മൾ, അതുകൊണ്ട് തന്നെ നമ്മൾ ആരും അത്ര നല്ലതൊന്നുമല്ല. നമുക്ക് എല്ലാവർക്കും, എനിക്കിപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിനെ പോയിരുന്ന് ഉപദേശിക്കാൻ പറ്റും. അവൻ്റെ ഒരു വിവാഹ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം അവൻ്റെ അടുത്ത് കരയുകയാണെങ്കിൽ പോയിട്ടടാ അങ്ങനൊന്നും അല്ല മോനെ, ഇങ്ങനെ ജീവിക്കടാ. അല്ലെങ്കിൽ എൻ്റെ ഒരു സുഹൃത്ത് അവൻ്റെ പ്രണയ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ ചെണ്ട് മോനെ അങ്ങനൊന്നും അല്ലടാ, രണ്ടുപേരെ ഞാൻ എൻ്റെ അടുക്ക് വന്നിരിക്കും, രണ്ടുപേരെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം എന്നൊക്കെ എനിക്കിരുന്നൊക്കെ നല്ലതാണ്. പക്ഷേ സ്വന്തം ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോഴാണ് നമ്മൾ പെട്ടുപോകുന്നത്. മനസ്സിലായില്ലേ? ആർക്കും ഇവിടെ ഈ ഉപദേശം കൊടുക്കുന്ന എല്ലാവർക്കും അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കാണുള്ളൂ. അതൊക്കെ നമ്മൾ മനസ്സിലാക്കുക. ഇവരുടെ കമന്റ് ബോക്സിൽ പോയി അവരെ കളിയാക്കുന്ന ആളുകൾ നിങ്ങളുടെ ചെയ്യും, നിങ്ങൾ ചെയ്യുന്നതിനകത്ത് ഞാൻ കുറ്റമൊന്നും പറയുന്നില്ല, ചെയ്യും. പക്ഷേ ഈ കുറ്റം അല്ലെങ്കിൽ ഈ കമന്റ് ഇടുന്ന എല്ലാവരുടെയും കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നമില്ലേ? ഈ കമന്റ് ഇടുന്ന എല്ലാവർക്കും സുഹൃത്തുക്കളില്ലേ? അവരെ ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ നമുക്ക് ഉപദേശിക്കേണ്ട വന്ന് കാണത്തില്ലേ? പക്ഷെ എന്തിനാണോ ഉപദേശം കൊടുത്ത് ആ സെയിം സാധനം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ മേപ്പോട്ടും നോക്കി ഇരിക്കേണ്ട വരത്തില്ലേ? അത്രയേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. എന്താണെങ്കിലും വിശദമായിട്ട് നമുക്ക് ഈ വിഷയത്തെ പറ്റി ഒന്ന് സംസാരിക്കാം. ഫസ്റ്റ് ഈ ഒരു പോസ്റ്റർ നിങ്ങൾ കണ്ടോ? ഇതാണ് ഞാൻ ഫസ്റ്റ് കാണുന്നത്. കുടുംബ കൗൺസിലിംഗ് നൽകുന്ന ദമ്പതിമാർ തമ്മിൽ തർക്കം, തലക്കടിച്ചെന്നും കയ്യിൽ കടിച്ചെന്നും ഭാര്യയുടെ പരാതി, ഭർത്താവ് ഒളിവിൽ. പറയുമ്പോഴും ചിരി വരുന്നുണ്ട്, മനുഷ്യ സഹജം. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അവരുടെ സൈഡിൽ നിന്നും കൂടെ ആദ്യമേ ഒന്ന് ചിന്തിക്കാൻ തുടങ്ങി. ആദ്യമേ അല്ല, കുറച്ച് നേരമായിട്ട്. ഫസ്റ്റ് ഇത് കണ്ടപ്പോൾ ഇവരെ അങ്ങോട്ട് വലിച്ച് കീറണമെന്ന് എനിക്ക് തോന്നിയത്. കാരണം ഉപദേശവും ഊഞ്ഞാലാട്ടവും ഒന്നിച്ച് വേണ്ട എന്നുള്ളൊരു ഡയലോഗ് പറയാൻ. പക്ഷെ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ചിന്തിച്ചു, എപ്പോഴും നമ്മൾ ചുമ്മാ കയറിയിരുന്ന അവരെ അങ്ങോട്ട് തട്ടുന്നതിന് മുന്നേ അവരുടെ സൈഡിൽ നിന്നും കൂടെ ഒന്ന് ചിന്തിക്കണ്ടേ? അത് വേണം. ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു കാര്യമായിരുന്നു. ഇങ്ങനെ ഒരു സാധനം കാണുമ്പോൾ പക്ഷെ നമ്മൾ ഇവരുടെ സൈഡിൽ നിന്ന് ഒട്ടുമിക്ക ആളുകൾ നോക്കാൻ പോകത്തില്ല. നിങ്ങൾ നോക്കാൻ പോവോ? ഇല്ല. കുറ്റം പറയാനേ നമ്മൾ നിൽക്കത്തുള്ളൂ. കണ്ടോ, അവരുടെ കുടുംബത്തിൽ പ്രശ്നമായി, എന്നിട്ടാണ് അവർ നമ്മളെ ഉപദേശിക്കാൻ വരുന്നത് എന്നൊരു സാധനം നമ്മൾ പറയത്തുള്ളൂ. അവരുടെ ഇൻസ്റ്റഗ്രാം, അവർ സോഷ്യൽ മീഡിയ വഴി അവർ ഈ സാധനം ചെയ്യുന്നു. നമ്മളെല്ലാവരും ഇത് സോഷ്യൽ മീഡിയ ചെയ്യുന്നില്ലെങ്കിൽ പോലും നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നമ്മളെല്ലാവരും ഇത് ചെയ്യുന്ന ആൾക്കാരല്ലേ? അല്ലാതെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നവും ഇല്ലാത്തവരാണോ ജീവിതത്തിൽ? അത്രയ്ക്കും കാണും, ഒരുപാട് ആളുകൾ കാണും ജീവിതത്തിൽ ഒരു പ്രശ്നമില്ലാതെ ഹാപ്പി ആയിട്ട് നടക്കുന്ന ആൾക്കാർ കാണുമായിരിക്കും. ഇല്ലാന്ന് ഞാൻ തർക്കിക്കാൻ വരുന്നില്ല. പക്ഷെ ഒരു 90% ആളുകൾക്കും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണത്തില്ലേ? അത് നമ്മളെ കൊണ്ട് മാത്രം അങ്ങോട്ട് തീർക്കാൻ പറ്റുന്നതായിരിക്കുമോ? ഇല്ല. ആരെങ്കിലും ഒരു സുഹൃത്തൊക്കെ ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഉപദേശം തരുവടേ. പക്ഷെ ആ തരുന്ന സുഹൃത്തിന്റെ കുടുംബത്തിലും ഇതിനെക്കാട്ടിലും അപ്പുറത്തെ പ്രശ്നങ്ങളായിരിക്കും. അവരത് സോൾവ് ചെയ്യാൻ പറ്റാതായിരിക്കും അവൻ നമ്മുടെ അടുക്ക് വന്നിട്ട് കഥ പറയാൻ നിൽക്കുന്നത്. ഇത് ഒരു സഹജം ആണ്, മനസ്സിലായല്ലോ? ഒരു മനുഷ്യ സഹജമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണിത്. അതുകൊണ്ട് തന്നെ ഇവരുടെ അതിനകത്ത് പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാനിത് ഈ ഒരു പേഴ്സ്പെക്റ്റീവിൽ ഞാൻ തിങ്ക് ചെയ്യാനായിട്ടുള്ള ഒരു കാരണം അല്ലെങ്കിൽ പറയാൻ കാരണം, ഈ ലേഡിയുടെ ജിജി എന്നാണ് അവരുടെ പേര്.
അവരുടെ ഇൻസ്റ്റഗ്രാം ഞാൻ പോയി കണ്ടപ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. അതൊക്കെ ഞാൻ കാണിക്കാം. അതിന് മുന്നേ ഈ വാർത്ത നിങ്ങളൊന്ന് കേട്ടോ. കുടുംബ ഐക്യത്തെക്കുറിച്ച് നവമാധ്യമങ്ങളിലൂടെ നല്ല ഡയലോഗ് അടിക്കുന്ന ദമ്പതികൾ ഒടുവിൽ തമ്മിലടിച്ചു. ഭാര്യയെ സെറ്റ് ടോപ്പ് ബോക്സ് കൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ചു. ചാലക്കുടി ഫിലോകാലിയ ഫൗണ്ടേഷൻ നടത്തിപ്പുകാരായ മാരിയോ ജോസഫ്, ഭാര്യ ജിജി മാരിയോ എന്നിവരാണ് ആ ദമ്പതികൾ. ജിജിയുടെ പരാതിയിൽ ചാലക്കുടി പോലീസ് കേസെടുത്തു. 70,000 രൂപയുടെ മൊബൈൽ ഫോൺ ഭർത്താവ് മാരിയോ ജോസഫ് നശിപ്പിച്ചുവെന്നും പരാതിയിൽ പറയുന്നുണ്ട്. ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ പ്രകാരമാണ് കേസ്. കുറ്റം തെളിഞ്ഞാൽ 1 മാസം തടവ് ശിക്ഷയോ 5,000 രൂപയോ പിഴയായി ശിക്ഷയായി ലഭിക്കും. മതിയല്ലോ, സംഭവം ഇത്രേ ഉള്ളൂ. ഇത് ഒട്ടുമിക്ക ചാനലുകളിലും വന്നു വലിയ ഗംഭീരമായിട്ട് എല്ലാവരും ആഘോഷിക്കുന്നതും കണ്ടു. ഇപ്പൊ ഈ ചാനലിൽ തന്നെ ഞാൻ ആരെയും കുറ്റം പറയല്ലേ, അവർ തന്നെ പറയുന്നില്ല, ഒരു പുച്ഛത്തോടെയാണ് അവർ പറയുന്നത്. നവമാധ്യമങ്ങളിൽ ഇരുന്ന് വലിയ തകർപ്പ് നടക്കുന്നതാ, പക്ഷെ സ്വന്തം ജീവിതം കട്ടയം പടവാ, ഈ ഒരു രീതിയിലാണ് പറയുന്നത്. അവരെന്തിനാണ് ഇത് സോഷ്യൽ മീഡിയ വഴി ഇരുന്ന് വലിയ ഉപദേശങ്ങൾ നടത്തുന്നത്? അവർക്ക് പൈസയ്ക്ക് വേണ്ടിയിട്ടല്ലേ, അല്ലാതെ ഇപ്പം നാട്ടുകാരെ ഉദ്ധരിച്ചിട്ട് അവർക്ക് വല്ലതും കിട്ടാനുണ്ടോ? അല്ലെങ്കിൽ അവരുടെ മനസ്സ് ഞാൻ വിശ്വസിക്കുന്നില്ല. അത്രയ്ക്കും പരിശുദ്ധമായ എല്ലാവരും നന്നായി കിടക്കണമെന്ന് വിചാരിച്ചിട്ടാണ് അവർ വന്ന് കഥ പറയുന്നതെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അവരുടെ ഒരു ഉപജീവന മാർഗം അല്ലേ? സത്യം പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഇനി എൻ്റെ കുഴി തോട്ടുന്നതാണ് കാണോ, പക്ഷെ എന്താണെങ്കിലും സത്യം പറയണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്ന് വെച്ചിട്ട് എപ്പോഴും ഞാനങ്ങ് സത്യം പറഞ്ഞോളണമെന്നല്ല. എൻ്റെ കയ്യിലും കൊച്ചു കള്ളത്തരങ്ങളൊക്കെ ഉണ്ടോ, അതൊന്നും ഇല്ലാത്തവരായിട്ട് ആരെങ്കിലും, അതൊക്കെ ഇല്ലാത്തവൻ ശരിക്കും മനുഷ്യനല്ല. അവനെ വേണം നമ്മൾ സൂക്ഷിക്കാൻ. അവനെ നിങ്ങൾ സൂക്ഷിക്കണം. ഏറ്റവും ഡീസൻ്റ് ആയിട്ട് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ആളുകളെ ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോണം. കാരണം എല്ലാവരെയും അല്ല കേട്ടോ, ഒരു കുറച്ച് ആളുകൾ അവരായിരിക്കും ഏറ്റവും വലിയ കുഴപ്പക്കാർ. ഇച്ചിരിയൊക്കെ കള്ളത്തലോ മൂടായിപ്പ് തട്ടലും മുട്ടലും ഉള്ളവരൊക്കെ അത്ര ആരെയും ഉപദ്രവിക്കാനുള്ളൊരു മനസ്സൊന്നും കാണത്തില്ല. ഉള്ള കാര്യം പറയാലോ, മനസ്സിലായില്ലേ? അറിഞ്ഞുകൊണ്ട് അറിയാത്ത തെറ്റുകളൊക്കെ നമുക്ക് എല്ലാവർക്കും പറ്റും, അറിഞ്ഞുകൊണ്ട് നിൽക്കത്തില്ല. പക്ഷേ ഇപ്പം ഇവരാണെങ്കിൽ പോലും ഇനി 1-2 കാര്യങ്ങൾ, ഈ സ്ത്രീയുടെ ഒരു വീഡിയോ ഉണ്ട്, നിങ്ങൾ അതൊന്ന് കാണാം. അത് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ഇതൊന്ന് കേട്ടോ നിങ്ങൾ. ഇതിനകത്ത് ഇവർ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, അവർക്കും പ്രശ്നങ്ങളുള്ളതിനെ പറ്റി ഇവർ പറയുന്നുണ്ട്. ഇതൊന്ന് കാണുക. കഷ്ടപ്പെടാതൊന്നുമല്ല, ഇവിടെ ഇന്ന് ഓരോന്നും പറയുന്നുണ്ടെങ്കിലും എൻ്റെയും ചേട്ടായുടെയും ജീവിതമാണ് കേട്ടോ പറയണേ. ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഇല്ല. നിങ്ങൾ അനുഭവിക്കുന്നതിനെ കഴിഞ്ഞ് കൂടുതൽ ഞാനും ചേട്ടൻ അനുഭവിച്ചിട്ടുണ്ടാവാം. ഞാനും ചേട്ടൻ അടി ഉണ്ടാക്കിയിട്ടുണ്ട്, ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളിലൂടെ പോയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് സങ്കടമില്ല, പ്രശ്നങ്ങളില്ലാത്തവരാണെന്ന് ചിന്തിക്കരുത്. എല്ലാ സൗഭാഗ്യങ്ങളും ഇരുന്നിട്ടാണ് ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുന്നത്, ക്ലാസ് എടുക്കണമെന്നൊന്നും ചിന്തിക്കരുത് കേട്ടോ. ഒരുപാട് വേദനയുണ്ട്, ഒരുപാട് തീയുണ്ട്. പക്ഷേ അത് എങ്ങനെ ടാക്കിൾ ചെയ്ത് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ലൈഫിൻ്റെ അച്ചീവ്മെൻറ്റ്. അതാണ് ഈ ഫിലോകാലിയ ഫൗണ്ടേഷൻ. ഓക്കെ, എപ്പോഴോ ഞങ്ങൾ ചത്ത് പണ്ടാരടക്കേണ്ട സമയം കഴിഞ്ഞ്, എത്രയോ പ്രാവശ്യം ഡിവോഴ്സ് ചെയ്ത് പോകേണ്ട സമയം കഴിഞ്ഞ്. പക്ഷേ ലാസ്റ്റ് സ്റ്റേജിൽ നമ്മൾക്ക് ടാക്കിൾ ചെയ്ത് പോകുന്നതിനെ പറ്റി അവർ പറയുന്നുണ്ട്. പക്ഷേ എപ്പോഴും ടാക്കിൾ ചെയ്ത് പോകാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പ്രത്യേകിച്ച് അവർ പറഞ്ഞതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, അവർ തമ്മിൽ അടി ഉണ്ടാവാറുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഞങ്ങൾ ഈ വന്ന ഉപദേശം എല്ലാം തരുമ്പോഴത്തേക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ ഒട്ടും പ്രശ്നങ്ങളില്ല എന്നവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ ടാക്കിൾ ചെയ്ത് പോകുന്നുണ്ട് എന്നൊരു വാക്കും അവർ പറഞ്ഞു. ഇപ്പോൾ അവർക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റിയില്ല, കയ്യിൽ നിന്ന് പോയി. അതാണ് ഭർത്താവ് എടുത്ത് തലക്കിട്ട് താങ്ങി കൊടുത്തത്. മനസ്സിലായില്ലേ? ഇത് സംഭവിക്കും, ഇതെല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കും. പിടികിട്ടിയോ? ഇവിടെ ഇരുന്ന് നമുക്ക് കളി കാണാൻ എളുപ്പമാണ്, പക്ഷേ ഇറങ്ങി കളിക്കുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയാൻ പറ്റും. അല്ലേ? സത്യമല്ലേ? ഞാൻ പറഞ്ഞതിനോട് യോജിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരണം. നിങ്ങളുടെ ഒരു പെർസ്പെക്റ്റീവിൽ, ചിലപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു ഐഡിയോളജി അല്ല, നിങ്ങൾക്ക് ചിലപ്പോൾ വേറൊരു പെർസ്പെക്റ്റീവ് കാണും. ദൈവത്തെ ഓർത്ത് നിങ്ങളത് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യൂ, ഞാൻ വായിക്കട്ടെ. എന്താണെന്ന് എനിക്ക് മനസ്സിലാവണം. പക്ഷേ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഇതാണ്, എല്ലാവർക്കും പറ്റുവരെ തെറ്റും കുറ്റവും. അവരവരുടെ ഒരു ഉപജീവന മാർഗ്ഗമാണ് വന്നിരുന്ന് കഥ പറയുന്നത്. അവർ വന്നിരുന്ന് ഞാനിപ്പോൾ പല സാധനങ്ങളെടുത്ത് റിയാക്ട് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാ അത്ര ഇതിപ്പം കുഴി തോണ്ടുക. എന്നാലും ഞാൻ പറയുക, നിങ്ങളാണ് പ്രേക്ഷകരെ, എൻ്റെ എല്ലാം താങ്ങിയേക്കല്ലേ കാണണേ മൊത്തത്തിൽ. പക്ഷെ സത്യാവസ്ഥ ഇതാ, അത് പറയണമല്ലോ നിങ്ങളോട്. നിങ്ങളെ കള്ളം പറഞ്ഞ് പിടിച്ചിരുത്തിയിട്ട് കാര്യമില്ലല്ലോ. ഒട്ടുമിക്ക ആളുകൾക്കും അറിയാം ഇല്ലേ? കൂടുതലൊക്കെ നമ്മൾ ഈ വീഡിയോ ഒക്കെ ഇടുന്നത് എന്തുകൊണ്ടാണ്, നിങ്ങൾ കാണുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് ബെനിഫിറ്റ് ഉണ്ട്, ഇല്ലാന്നൊന്നുമല്ല. പക്ഷെ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സാധനം കിട്ടണമെന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ കോണ്ടന്റും കൊണ്ട് വന്നത്. കാരണം വെറുതെ കല്ലെറിയാൻ നിൽക്കല്ലേ. കുറേ പേരെ ഞാൻ കാണിച്ചു തരാമേ. ഞാനൊരു വീഡിയോ ഇന്ന് അവരുടെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ ചുമ്മാ ഞാൻ പോയി കമൻറ്റ് ബോക്സ് ഒന്ന് നോക്കിയാൽ സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടം വന്നു. ഇതൊന്നും നിങ്ങൾ കാണും. ഉപദേശമുണ്ട്. ഇതാണ് അവരുടെ അക്കൗണ്ട്, ജിജി മാരിയോ.
co-founder and director at Philokalia പ്രശ്നങ്ങൾ Foundation, നിറഞ്ഞ് author. കലങ്ങി മറിഞ്ഞിരിക്കുമ്പോൾ ജീവിതമേ കലക്കലായിരിക്കും. ചെളി കലക്കവെള്ളം കോരാൻ നിൽക്കരുത്. മനസ്സൊന്ന് ശാന്തമായിട്ട് ഇരിക്കുക. എവിടെയെങ്കിലും പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളടുത്ത് പോയിട്ട് തനിച്ചൊന്നിരിക്കുക, ശാന്തമായിട്ട് വെക്കുക. ഒന്ന് നമുക്ക് കമന്റ് ബോക്സ് നോക്കാം. കുടുംബ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുന്ന ചേച്ചിയെ അല്ലേ ഭർത്താവ് TV ബോക്സ് എടുത്ത് തലക്കടിച്ചത്? പ്രശ്നങ്ങൾ പറഞ്ഞ് തീർക്കേണ്ടവയാണ്, തമ്മിലടിച്ച് തീർക്കേണ്ടതല്ല. ശുഭദിനം. കൊണയടിക്കാൻ എല്ലാവർക്കും പറ്റും, ചെയ്യാനാ പാട്. നിങ്ങളെപ്പോലെ പ്രഭാഷണത്തിൽ പറഞ്ഞ സ്നേഹപാഠം ഒന്ന് വീട്ടിലെയും റിവൈസ് ചെയ്യൂ. സമാധാനമെല്ലാം മധുരമാകും. ശുഭദിനം. ചേട്ടായിക്ക് ജാമ്യം കിട്ടി. ഒറ്റ സെക്കൻഡ് മതി നമ്മുടെ മനസ്സൊന്ന് മാറാൻ. മനുഷ്യനല്ലേ, സ്നേഹം കൂടുമ്പോൾ ഉണ്ടാകുന്ന വഴക്കിന് ശക്തി കൂടും, പിന്നെ ഒന്നിക്കുമ്പോൾ ഇരട്ടി മധുരം. നിങ്ങൾ ചെയ്യുന്ന സഹായങ്ങൾ എത്രയോ ജീവിതങ്ങൾ ഞങ്ങൾക്ക് കണ്ടല്ലോ. ഒരെണ്ണമൊക്കെ കാണും നല്ല കമൻറ്റ്. പക്ഷെ എന്നാലും ഇങ്ങനൊരു സാഹചര്യം വരുമ്പോൾ എല്ലാവരും പോയി കൊട്ടും. അത് തന്നെ അത്രേ ഉള്ളൂ, കൂടുതലൊന്നുമില്ല. എല്ലാവരും പോയി നല്ല വൃത്തിക്ക് കൊട്ടുന്നുണ്ട്. പക്ഷെ കൊട്ടുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ കാണിച്ച വീഡിയോ ഉണ്ടല്ലോ, അതുകൂടെയൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക. അവർ ആരെയും പറ്റിക്കുന്നൊന്നുമില്ലടോ. എനിക്കങ്ങനെയാണ് തോന്നിയത്. അവരാരെയും പറ്റിക്കുന്നൊന്നുമില്ല. അവരുടെ വീഡിയോയിൽ അവരുടെ അടുക്ക ചെല്ലുന്ന ആൾക്കാരോട് മാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ ഇട്ട വീഡിയോയിൽ വരെ അവർ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഞങ്ങൾ ടാക്കിൾ ചെയ്ത് പോകുന്നതാണ് എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞു. മനസ്സിലായോ? അതൊന്നും എന്താണ് ഇവിടുത്തെ മെയിൻ സ്ട്രീം ചാനലുകൾ കുത്തിപ്പൊക്കാത്തത് എന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെ സ്ത്രീ എന്ന് മാത്രമല്ല, ഏതൊരു സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും അവരുടെ കുടുംബജീവിതത്തിൽ ഒരു പരിധി വരെ അവർക്ക് ടാക്കിൾ ചെയ്ത് നിൽക്കാൻ പറ്റും. അത് കഴിയുമ്പോഴത്തേക്ക് പൊട്ടത്തില്ലേടേ. ആകെയുള്ളൊരു എന്താണ് മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ അവിടെ ചെല്ലും. അതിപ്പോൾ അത്ര വലിയൊരു തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. ഇനി ആ സുന്ദര കില്ലാടിയെ പറ്റി, ഇല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹം ഒന്നൊന്നും പറയാൻ, ആ ചേട്ടൻ, നമുക്ക് പുള്ളിയുടെ അവസ്ഥ അറിയത്തില്ല. പുള്ളി ഇനി എന്തിനാണിത് കാണിച്ചു കൂട്ടിയത് നമുക്ക് അറിയത്തില്ല. ഇത്ര ഉപദേശം കൊടുക്കുന്നവൻ കയ്യിൽ നിന്ന് പോയി കാണുമായിരിക്കും. നമുക്ക് അറിയത്തില്ലല്ലോ, അവരുടെ വീട്ടിലെ കാര്യങ്ങൾ നമുക്ക് അറിയത്തില്ല. അപ്പോൾ പിന്നെ പറയാൻ നിൽക്കുന്നില്ല. പക്ഷെ ആ വ്യക്തി പറയുന്ന കുറച്ച് ഉപദേശങ്ങളുണ്ട്, അതും കൂടെ നിങ്ങൾ പെട്ടെന്നൊന്ന് കേട്ടോ. കുറച്ചേ ഉള്ളൂ, ഞാൻ കൂടുതൽ കേൾപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പം ഒരെണ്ണം കൊടുക്കാൻ തോന്നും. അതാ, ഇതൊന്ന് കേട്ടോ. ചെയ്യാൻ പറ്റാത്ത അത്രയും മനസ്സിന് കട്ടി നിങ്ങൾക്ക് എന്നുണ്ടോ അന്ന് നിങ്ങൾ സ്പിരിച്വലാണ്. വേറൊരാൾ നിങ്ങളെ തോണ്ടുമ്പോൾ നിങ്ങളുടെ മുഖം ചുമന്നോ നിങ്ങൾ ആത്മീയനായിട്ടില്ല. കാരണം എന്താണെന്നറിയോ? നിങ്ങളുടെ ജീവന്റെ ചരട് അവരുടെ കയ്യിലാണ്. ഞാൻ 2 തെറി പറയുമ്പോഴേക്ക് നിങ്ങൾ ദേഷ്യപ്പെട്ടാൽ നിങ്ങളുടെ മനസ്സിന്റെ നിയന്ത്രണം എന്റെ കയ്യിലാട്ടോ. നിങ്ങളുടെ ഭാര്യ വന്ന് 2 ഡയലോഗ് അടിക്കുമ്പോഴേക്ക് നിങ്ങൾ ഗ്ലാസ് എറിഞ്ഞ് പൊട്ടിച്ചാൽ നിങ്ങൾ അവള് നിയന്ത്രിച്ചു. നിങ്ങൾ ദേഷ്യപ്പെട്ടാൽ നിങ്ങൾ തോറ്റു. ദി മോമെന്റ് യു ഗെറ്റ് ആംഗ്രി യു ആർ അട്ടർ ഫെയിലിയർ. അല്ലെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ, നമ്മൾ തെറി വിളിക്കുന്ന ആളുടെ ലക്ഷ്യം തന്നെ നമ്മളെ ദേഷ്യപ്പെടുത്തുക എന്നുള്ളതാണ്. ആണോ അല്ലയോ? നമ്മൾ ദേഷ്യപ്പെടാതിരുന്നാൽ ആരാ നോക്കുക? ആ പണിയെടുത്ത ആൾ നോക്കും. അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ എത്ര പ്രൊവോക്ക് ചെയ്താലും ചിരിച്ചോണ്ടിരിക്കണം. തൻ്റെ കോണ എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല. സോറി ടു സേ ദിസ്, എനിക്ക് താല്പര്യമില്ല. കാരണം താനവിടെ പറഞ്ഞൊരു കാര്യം, നമ്മുടെ ഭാര്യ വന്ന് ചൊറിയുമ്പോഴത്തേക്ക് നമ്മൾ ഗ്ലാസ് എറിഞ്ഞ് പൊട്ടിച്ചാൽ നമ്മൾ ഭാര്യയുടെ അടിമ. ആ ഒരു മൂഡിലാണ് പുള്ളി പറയുന്നത്. അപ്പം മോനെ സുന്ദര, നീ തെളിയിക്കുകയാണ് നീ നിന്റെ ഭാര്യയുടെ അടിമയാണെന്ന്. മനസ്സിലായോ? കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ആ ഒരൊറ്റ കാര്യം നിന്നോട് എനിക്ക് പറയണമെന്ന് തോന്നി. നീ അടിമയാണ്, അതുകൊണ്ടാണ് നീ എറിഞ്ഞ് പൊട്ടിച്ചത്. നിന്റെ വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ട് ഞാൻ തിരിച്ചു പറയുന്നതാണ്, അല്ലാതെ വേറൊന്നും അല്ല ഇത്. ഓക്കെ. പിന്നെ വന്ന് ഇനിയും ഒളിഞ്ഞൊക്കെ എന്തിനാ? ഒളിവിന് പോയേക്കുവാണെന്നൊക്കെയാണല്ലോ കേൾക്കുന്നത്. എന്തിനാ ഒളിവൊക്കെ എന്തിനാ മോനെ? അതാ എനിക്ക് മനസ്സിലാവാത്തത്. വന്ന് നിൽക്ക്, ഉപദേശം കൊടുക്കുന്നതല്ലേ, ഉപദേശിയല്ലേ. അന്ന് കയറ്, ജയിലിൽ കയറി 1 മാസം കൊണ്ട് കിടന്നാൽ പോരെ. കയറിയിട്ട് ഇറങ്ങി വാ, എന്നിട്ട് വീണ്ടും ഉപദേശിക്കാൻ ചെല്ലും നാട്ടുകാരെ. പ്രിയപ്പെട്ടവരെ, കാര്യം പിടികിട്ടിയല്ലോ ഏതാണ്ടൊക്കെ. കൂടുതലായിട്ട് എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല. ഈ പ്രശ്നങ്ങൾ നമുക്ക് എല്ലാവർക്കും വരുമല്ലോ. ചിലപ്പോൾ നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്ന് വരും. മാക്സിമം പറ്റുന്ന അത്രയും നമ്മളെ ഹാൻഡിൽ ചെയ്യാൻ നോക്കുക. മനസ്സിലായില്ല? കാരണം എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യമാണ്, നമുക്ക് നമ്മൾ മാത്രമേ കാണുകയുള്ളൂ. ഈ കാശുള്ളാവുന്നിടം വരെ ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അവരുടെ ഉപദേശം കേട്ട് മനസ്സിനെ ഒന്ന് ഡീവിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മാക്സിമം ഒറ്റയ്ക്ക് തന്നെ പറ്റുമെങ്കിൽ ഒന്ന് ഓക്കെ ആവാൻ ശ്രമിക്കുക. അതായിരിക്കും എപ്പോഴും നമുക്ക് നല്ലത്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു സത്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു സാഹചര്യത്തിൽ മാക്സിമം അത് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ചില ആളുകൾ എന്നോട് പറഞ്ഞു, മോനെ ഒന്ന് സൂക്ഷിക്കടാ, ചില വാക്കുകളിലൊക്കെ കുറച്ച് ഓവർ ആവുന്നുണ്ടടാ, ഒരു ഡിഗ്നിറ്റി കീപ്പ് ചെയ്യടാ, അങ്ങനെ കുറച്ച് സാധനങ്ങൾ, കുറച്ച് ലൈക്ക് പീപ്പിൾ ഫ്രം ഔട്ട്സൈഡ് ഇന്ത്യ, they are talking me like that, അല്ലെങ്കിൽ they are telling me to keep my words some more pure. So അങ്ങനെ പറയുന്നവരോടാണ്
ഞാൻ നിങ്ങളുടെ അഭിപ്രായത്തിനെ മാനിക്കുന്നു, നല്ല രീതിയിൽ മാനിക്കുന്നു. പക്ഷേ അതോടൊപ്പം തന്നെ തർക്കിക്കാനോ അല്ലെങ്കിൽ വഴക്കടിക്കാനോ അല്ല ഇത് പറയുന്നത്. ഇതൊരു ന്യൂസ് ചാനൽ അല്ല. ഒരു ന്യൂസ് ചാനൽ ആണെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ അങ്ങനെ കീപ്പ് ചെയ്ത് സംസാരിച്ച് പോകാൻ. പക്ഷേ ഇതൊരു റിയാക്ഷൻ ചാനലാണ്. സാധാരണക്കാർ നമ്മളൊരു വാക്ക്, നമ്മൾ ചിലപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ചിലപ്പോൾ പുറത്ത് താമസിക്കുന്ന നിങ്ങളെപ്പോലുള്ളവരാണെങ്കിൽ പോലും ചില വാർത്തകൾ കേൾക്കുമ്പോൾ അറിയാതെ മനസ്സിൽ 2 തെറി വിളിച്ച് പോകത്തില്ലേ, പറഞ്ഞു പോകത്തില്ലേ, എല്ലാം ഓക്കെ ഓക്കെ കൂൾ, ഇതായിരുന്നല്ലേ വാർത്ത, ഇതായിരുന്നല്ലേ ഓക്കെ, ഇതാണ് പ്രശ്നം, ഇതിനെ ഇങ്ങനെ കണ്ടാൽ മതി, അങ്ങനെ നമ്മൾ പറഞ്ഞിരിക്കത്തില്ല. ഓഫ് കോഴ്സ് വായിന്ന് 2 തെറി വീണിരിക്കും. മനസ്സിലാണെങ്കിൽ പുറത്തേക്ക് വന്നില്ലെങ്കിൽ അകത്ത് വിളിക്കും. അത്രേ ഉള്ളൂ. അതാണ് ഞാനിവിടെ ചെയ്യുന്നത്. പിന്നെ കുട്ടികളെ ഞാൻ അങ്ങനെയുള്ള ചില വാക്കുകൾ വരുമ്പോഴാണ് ഞാൻ ഇടയ്ക്കൊന്ന് പറഞ്ഞു വെക്കുന്നത്, കുട്ടികളെ ഈ വീഡിയോ കാണിക്കരുത് എന്ന് ഞാൻ പറയാറുണ്ട്. അല്ലാതെ വലിയ, ഞാൻ പറഞ്ഞില്ല, ഒരു ന്യൂസ് ചാനൽ പോലെ ആയിക്കഴിഞ്ഞാൽ ചിലപ്പം ബോറായി പോകും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് മാത്രമാണ്, തെറ്റിദ്ധരിക്കരുത്. മാക്സിമം ഞാൻ നിങ്ങളെ എല്ലാവരെയും തൃപ്തിപ്പെടുത്താനുള്ള രീതിയിൽ തന്നെ ഒരു പരിധി കൂടുതൽ ഇരിക്കാൻ ശ്രമിക്കാം. പക്ഷെ റിയാക്ഷൻ ചാനലാണ്, വന്ന് പോകും ചിലതൊക്കെ. തെറികൾ മാക്സിമം അവോയ്ഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി വേറെ എന്തെങ്കിലുമൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ ന്യൂസസ് ഉണ്ടോ എന്ന് പോയി നോക്കട്ടെ. എന്തെങ്കിലുമൊക്കെ പ്രധാനപ്പെട്ട വാർത്തകൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. സോ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്. ഉപദേശികളെ ശ്രദ്ധിക്കുക.